എല്ലാവർക്കും കാൽക്കുലസിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം നിങ്ങൾക്ക് ഇപ്പോഴും പഠിക്കാനില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഫോളോ ചെയ്യേണ്ടത് 1.2 എക്സസൈസ് 1.2 ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനായിട്ടില്ല, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് 1.2 എക്സസൈസ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ടെസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ അടുത്ത് വെച്ചിരിക്കുക. അതിൽ 1.2 ഫസ്റ്റ് പ്രോബ്ലം ആണ് എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈം ഫാക്ടേഴ്സ്. അതായത് ഓരോ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം നമ്പറിന്റെ ഫാക്ടേഴ്സ് ആക്കി എന്ത് ചെയ്യണം, എഴുതണം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 140. 140 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടേഴ്സ് ആക്കണം അല്ലെ. പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം, ഏതാണ് പ്രൈം നമ്പേഴ്സ്, സ്റ്റാർട്ടിങ് ഫ്രം 2 അല്ലെ, 2, 3, 5, 7 അങ്ങനെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലെ. എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ നമ്പറിനെ ആ നമ്പറും 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ കഴിയൂ. അപ്പൊ അങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ എന്ത് പറയുന്നത്, പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, 140യെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എന്ത് ചെയ്യണം, എഴുതണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, express each number as a product of its prime factors. First question 140. അപ്പോൾ ഞാൻ 140 ഫസ്റ്റ് ചെയ്യുന്നത്, 140 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 2, 3, 5, 7 ഒക്കെയാണ് നമ്മുടെ എന്താണ് പ്രൈം നമ്പേഴ്സ്. സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത് എന്താണ്, 142 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 142 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ 14 അല്ലേ, ഫസ്റ്റ് 14 2 എത്ര ടൈംസ് പോകും, 7 ടൈംസ്. സോ 7 and 70. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 70/2 ആൻസർ എന്ത് കിട്ടും, 35. Then 35 ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് അടുത്ത ഏതാണ്, 3 ആണ് അല്ലെ, പ്രൈം നമ്പർ. പ്രൈം നമ്പർ 3 കൊണ്ട് 35 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന പ്രൈം നമ്പർ ഏതാണ്, 5 ആണ്. 5 കൊണ്ട് 35 നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ആൻസർ എന്ത് കിട്ടും, 35/5 ആൻസർ എന്ത് കിട്ടും, 7 ആണ്. സോ 7 എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പർ ആണ്. ഞാൻ പ്രൈം നമ്പറിന് അല്ലേ 7 നമുക്ക് എന്താണ്, 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വൺ എത്ര കിട്ടും, നമുക്ക് ആൻസർ 1 എന്ന് കിട്ടും. സോ 140 നമ്മൾ ഇങ്ങനെ എഴുതാം, 140 ഈക്വൽ ടു പ്രൈം നമ്പറിന്റെ അല്ലെ പ്രൈം ഫാക്ടേഴ്സ് അല്ലെ, പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പോവുകയാണ്. സോ 140 ഈക്വൽ ടു 2 × 2 × 5 × 7. 2 × 5 × 7 ആണ് ഇതിന്റെ എന്ത്, പ്രൈം ഫാക്ടേഴ്സ്. 140യുടെ പ്രൈം ഫാക്ടേഴ്സ് ആണ് ഇത്, 2 × 2 × 5 × 7. നെക്സ്റ്റ് വൺ 156. നെക്സ്റ്റ് വൺ ഏതാണ്, 156. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ആണ്. അതിലെ 156. 156നെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പ്രൈം ഫാക്ടേഴ്സിന്റെ എന്താണ് പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. എങ്ങനെ 156നെ എന്താണ് പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാം, നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് ചെയ്യുക. എങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യും, 156നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് ഡിജിറ്റ് 6 ആയത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് 156നെ 2 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 156/2. 15ല് 2 എത്ര ടൈംസ് പോകും, 15ല് 7 ടൈംസ് പോകും അല്ലെ. 7 × 2 14. റിമൈൻഡർ എത്രയാണ്, 1 ആണ് അല്ലെ. 1 നമുക്ക് 6ന്റെ ഫ്രണ്ടിലേക്ക് വെക്കാം. അപ്പൊ എത്രയാണ്, 16. 16ൽ 2 എത്ര ടൈംസ് പോകും, 8 ടൈംസ് അല്ലെ. അപ്പൊ എത്രയാണ്, 78. Then 78നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7ൽ 2 എത്ര ടൈംസ് പോകും, 3 ടൈംസ് പോകും. റിമൈൻഡർ 1 ആണ്. 18നോടൊപ്പം 1 ചേർത്ത് വയ്ക്കുമ്പോൾ അത് 18 ആകും. 18ൽ 2 എത്ര ടൈംസ് പോകും, 9 ടൈംസ്. 39. സോ 39 ആണ്. 39 നമുക്ക് എന്താണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, 1's പ്ലേസിലെ നമ്പർ 9 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി അടുത്ത ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കഴിഞ്ഞ് അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. സോ 3ൽ 3 എത്ര ടൈംസ് പോകും, 1 ടൈംസ്. 9ൽ 3 എത്ര ടൈംസ് പോകും, 3 ടൈംസ്. 13. നമുക്കറിയാം 13 പ്രൈം നമ്പർ ആണ്. ഇനിയും 13 നമുക്ക് വേറെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. 13നെ 13 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ 13നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബാക്കി എത്രയാണ്, 1 ആണ്. So 156 എന്താണ് പ്രൈം ഫാക്ടറൈസേഷന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 156 equal to
2 into 2 into 3 into 13. ഇതാണ് എന്ത് പ്രൈം ഫാക്ടറൈസേഷൻ. നിങ്ങൾ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക, പ്രൈം ഫാക്ടേഴ്സ് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഡിവൈഡ് ചെയ്യാവൂ. പ്രൈം ഫാക്ടേഴ്സ് കോമ്പോസിറ്റ് നമ്പർ അല്ലേ, 4, 6 ഒന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യരുത്. ഉറപ്പായിട്ട് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ചോദിക്കുമ്പോൾ പ്രൈം നമ്പർ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് എന്ത് 3825. ഇത് മാറ്റിയാണ്. എന്ത് കണ്ടുപിടിക്കണം, പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ അതെങ്ങനെ ചെയ്യാം നോക്കി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിനെ എന്താണ് ഏത് നമ്പർ കൊണ്ട് അല്ലെ ഏത് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കുറച്ചുകൂടെ എന്താണ് വലിയ നമ്പർ 3 നോക്കാം. 3 എങ്ങനെ ചെക്ക് ചെയ്യും? 8 + 2 എത്രയാണ്? 10. 10 + 5 15. 15 + 3 എന്താണ്? 18. നമുക്ക് എന്താ ചെയ്യാം, ഇതിന് എന്ത് ഉണ്ടാകും, 3 കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ 3 കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. അടുത്തൊരു പ്രൈം നമ്പർ ആണ് 5 അല്ലേ, 5 കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ തൽക്കാലം 5 കൊണ്ട് ചെയ്യാണ്. 5 കൊണ്ട് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോ 38 5 എത്ര ടൈംസ് പോവും? 7 ടൈംസ് പോവും. റിമൈൻഡർ എത്രയാണ്? 3 ആണ്. ആ 3 2 ചേർത്ത് വയ്ക്കുമ്പോൾ 32 ആവും. 32 എത്ര ടൈംസ് പോവും? 6 ടൈംസ്. Then വീണ്ടും റിമൈൻഡർ 2 ആണ്. 5 കൊണ്ട് ചേർത്ത് വയ്ക്കുമ്പോൾ 25 ആവും. 25 എത്ര ടൈംസ് പോവും? 5 ടൈംസ്. വീണ്ടും 765 വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 5 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. കാരണം 5 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 7 ൽ 5 എത്ര ടൈംസ് പോവും? 1 ടൈംസ് അല്ലേ. ബാക്കി റിമൈൻഡർ 2 ആണ്. 2നെ 6ന്റെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുമ്പോൾ എന്താണ്, 26 ആവും. 26 ൽ 5 എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും. റിമൈൻഡർ വീണ്ടും 1 ആണ്. 1നെ 5ന്റെ ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ 15 ആവും. 15 എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. 153. എത്ര കിട്ടി? 153 എന്ന് കിട്ടി. വീണ്ടും 153 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 5 + 1 എത്രയാണ്? 6 ആണ്. 6 + 3 എത്രയാണ്? 9 ആണ്. ഉറപ്പായിട്ടും 153 നമുക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. 9 എന്താണ്, ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല, 9 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല. പകരം നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 15 എത്ര ടൈംസ് പോവും? 5 ടൈംസ്. 3 എത്ര ടൈംസ് ആണ്? 1 ടൈംസ് അല്ലെ. 51 എന്ന് കിട്ടും. 51. Then വീണ്ടും 51 നമുക്ക് വീണ്ടും ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 51. 5 + 1. 5 + 1 എത്രയാണ്? 6 ആണ്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും 51 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വീണ്ടും 51 എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5 ൽ 3 എത്ര ടൈംസ് പോവും? 1 ടൈംസ്. റിമൈൻഡർ 2. ആ റിമൈൻഡർ 2നെ 1ന്റെ ഫ്രണ്ടിലേക്ക് ചേർത്ത് വയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 21 അല്ലെ. 21 ൽ 3 എത്ര ടൈംസ് പോവും? 21 ൽ 7 ടൈംസ്. സോ ലാസ്റ്റ് വൺ 17 എന്നുള്ള വാല്യൂ 17. 17 നിങ്ങൾക്ക് അറിയാം, 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവിടെ വെച്ച് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. 17 നമുക്ക് വീണ്ടും 17 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. റിമൈൻഡർ എത്ര ഐറ്റം ബാക്കി നമുക്ക് അല്ലെ. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 1 എന്നുള്ള വാല്യൂ കിട്ടും. സോ 3825 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വൺ 5 into 5 അല്ലെ. 5 into 5 into 3 into 3 last one into 17 into 1 എഴുതേണ്ട ആവശ്യമില്ല, കാരണം any number into 1 അല്ലേ that number. സോ ഇതാ നമ്മൾ അവിടെ നിന്ന് 1 into 1 എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ 3825ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 5 into 5 into 3 into 3 into 7. കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ 5 into 5 എന്താണ്? 5 സ്ക്വയർ ആണ്. 5 into 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ. x into x എന്ന് പറഞ്ഞാൽ എന്താണ്? x സ്ക്വയർ എന്ന് പറയും പോലെ 5 into 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ. into 3 into 3 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 3 സ്ക്വയർ into 17.
ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. തെറ്റല്ല, ശരിയാണ്. ഓക്കെ, 5 into 5 എന്ന് എന്താണ് 5 സ്ക്വയർ, 3 into 3 എന്താണ് 3 സ്ക്വയർ, ഇൻറ്റു എന്താണ് 17. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നെക്സ്റ്റ് പ്രോബ്ലം 5005. 5005 ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷന്റെ പ്രോഡക്റ്റ് ആക്കി എന്ത് ചെയ്യണം, എഴുതണം. സോ ഇങ്ങനെ എഴുതാൻ പറ്റും. 5005 എന്ത് ചെയ്യുക, 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 5005 എന്ത് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 5 5 എത്ര ടൈംസ് പോകും, 1 ടൈംസ്. 0 അതുപോലെ എഴുതുക, ഈ 0 അതുപോലെ എഴുതുക. 5 എത്രയാണ് വീണ്ടും 1 ടൈംസ്. സോ എന്താണ് 1001 എന്ന് പറയുന്ന വാല്യൂ, 1001 എന്ന് പറയുന്ന ഒരു വാല്യൂ. ഇതിന് എങ്ങനെയാണ് 1001 എന്താണ് നമുക്ക് അറിയില്ല. 1001 എന്താണ് ഒരു പ്രൈം നമ്പർ ആണോ അല്ലെന്ന് നമുക്ക് അറിയില്ല, അല്ലെ? അത് പ്രൈം ആണോ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്, 2 ആണ്, അല്ലേ? അപ്പൊ നമ്മൾ 2 ചെക്ക് ചെയ്തു, നമുക്കറിയാം ലാസ്റ്റ് 1 ആയത് കാരണം ഒരിക്കലും എന്താണ് ഇതിനെ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് 3 ആണ്, അല്ലെ? 3 നമുക്ക് ചെക്ക് ചെയ്തു, കാരണം 1 + 0 + 0 + 1, അല്ലെ? ഡിജിറ്റുകളുടെ സം എന്താകണം, 3യുടെ മൾട്ടിപ്പിൾ ആവണം. ഒരിക്കലും ഇവിടെ അതല്ല. 1 + 1 നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 2 ആണ് കിട്ടുന്നത്. അപ്പൊ 2 ഒരിക്കലും 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ അത് കാരണം നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ 5 ആണ്, അല്ലെ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആകണം, അല്ലെ? ഇപ്പൊ ഇവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്, അതെന്തല്ല 5 അല്ല. സോ അത് കാരണം നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനായിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ 7 ആണ്. അപ്പൊ 7 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 7 എങ്ങനെ ചെക്ക് ചെയ്തു, നമുക്ക് ഡയറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലേ? നമുക്ക് 10 7 എത്ര ടൈംസ് പോകും, 1 ടൈം, അല്ലേ? 7 കിട്ടുന്നുണ്ട്. അവിടെ 10 നമ്മൾ 7 എടുത്തുള്ളൂ, റിമൈൻഡർ 3 ആണ്. ആ 3യെ 0 ചേർത്ത് വയ്ക്കുമ്പോൾ 30 ആവും. 30 എത്രയാണ്, 28 ആണ്. റിമൈൻഡർ 2 ആണ്. ആ 2നെ 1 കൊണ്ട് ചേർത്ത് വയ്ക്കുമ്പോൾ 21 എന്താണ്, കറക്റ്റ് ആയിട്ട് 7 മൾട്ടിപ്പിൾ ആണ്, അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഉറപ്പായിട്ട് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട എന്താണ്, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിനെ നമുക്ക് 1001 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് 10 ആണ്. 10 7 എത്ര ടൈംസ് പോകും, 1 ടൈംസ്. റിമൈൻഡർ, അല്ലെ? 1 × 7 7 ആണ്. 10 നമ്മൾ 7 എടുത്തുള്ളൂ, റിമൈൻഡർ എത്രയാണ്, 3 ആണ്. ആ 3യെ 0യുടെ ഫ്രണ്ടിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ 30 ആയി. 30 7 എത്ര ടൈംസ് പോകും, 4 ടൈംസ്, അല്ലെ? 4 × 7 28. ബാക്കി റിമൈൻഡർ എത്രയാണ്, 2 ആണ്. ആ 2നെ 1 ചേർത്ത് വയ്ക്കുമ്പോൾ 21 ആണ്. 21 7 എത്ര ടൈംസ് പോകും, 3 ടൈംസ്. ആൻസർ എത്ര കിട്ടി, 143 കിട്ടി. 143 എന്നുള്ള കാര്യം. ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. 143 എന്താണ്, ഒരു പ്രൈം നമ്പർ ആണോ നമുക്ക് അറിയില്ല, അല്ലെ? പെട്ടെന്ന് നമുക്ക് നോക്കാം 143 ഒരു പ്രൈം നമ്പർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഫസ്റ്റ് എന്താണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. ലാസ്റ്റ് ഇതിൽ 3 ആണ്, നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല, കാരണം 1 + 4 + 3 അല്ലേ? 1 + 4 + 3 എന്താണ്, 4 + 3 7 + 1 8 ആണ്. സോ അത് കാരണം നമുക്ക് എന്താണ്, ഒരിക്കലും 143 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ളത് ആരാണ്, 5 ആണ്. 5 ഒരിക്കലും അല്ല, ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 3 ആണ്. അത് കാരണം എന്താണ്, അത് എന്താണ് 5ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനിയുള്ളത് 7 ആണ്. 7 ചെക്ക് ചെയ്ത് നോക്കാം. 7 14 7 എത്ര, 2 ടൈംസ്. ബാക്കി 3 അങ്ങനെ തന്നെ ഉണ്ടല്ലോ, റിമൈൻഡർ അവിടെ എത്രയാണ്, 3. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. സോ ബാക്കി എന്ത് ചെയ്യും, അപ്പോൾ 7 വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് 8 പ്രൈം അല്ല, 9 പ്രൈം അല്ല, 10 പ്രൈം അല്ല. അത് കഴിഞ്ഞ് വരുന്ന ഇതാണ് 11 ആണ്. ജസ്റ്റ് 11 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെ? 11 14 എത്ര ടൈംസ് 11 പോകും, 1 × 11 11. റിമൈൻഡർ എത്രയാണ്, 3 ആണ്, അല്ലേ? അപ്പൊ ആ 3യെ ഈ 3 ചേർത്ത് വയ്ക്കുമ്പോൾ 33. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എന്താണ്, 11 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. 143 എന്ത് ചെയ്യാണ്, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 40 11 എത്ര ടൈംസ് പോകും, 1 ടൈംസ്. റിമൈൻഡർ 3 ആണ്, അല്ലെ? 1 × 11 11 ആണ്. 40 നമ്മൾ 11 എടുത്തിട്ടുള്ളൂ, റിമൈൻഡർ എത്രയാണ്, 3 ആണ്. ആ 3യെ ഈ 3 ചേർക്കുമ്പോൾ എത്രയാവും, 33 ആവും. 33 11 എത്ര ടൈംസ് പോകും, 3 ടൈംസ് പോകും. സോ 13 എന്നുള്ള വാല്യൂ. ഈ 13 നമുക്ക് എന്താണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ 13 എന്ത് നമ്പർ ആണ്, ഒരു പ്രൈം നമ്പർ ആണ്. സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, 13 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. സോ
5005ന്റെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് 5 into 7 into 11 into 13. ഇതാണ് എന്ത് ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. 5005ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് 5 into 7 into 11 into 13. ഓക്കെ, നമ്മുടെ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിലെ എന്താണ് എക്സസൈസ് 1.2ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 7429. സോ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്താണ് ഒരിക്കലും ഒരു സാധാരണ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ അത് നമുക്കറിയാനുള്ള പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിംഗിൾ ആയിട്ടുള്ള പ്രൈം എന്ന് പറഞ്ഞാൽ 2, 3, 5 അല്ലെ 7, 11 ഒക്കെയാണ്, അല്ലെങ്കിൽ 30. പക്ഷേ ഇത് അതുവരെയും അല്ല, അതിനേക്കാളും മുകളിലേക്ക് പോകുന്ന നമ്പേഴ്സിന്റെയാണ്. സോ ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്താണ് എക്സാമിന് എന്താണ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരുവിധപ്പെട്ട നമ്പർ നമ്മൾ എന്താണ് ഒരു 11, 13 വരെ നിർത്തിയാലും കിട്ടില്ല ആൻസർ. ഇത് ഡയറക്റ്റ് പറയുകയാണ്, നമുക്ക് ഈ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 17 എന്ന് പറയുന്ന നമ്പറിനെ കൊണ്ട് മാത്രമേ നമുക്ക് ആരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 7429നെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആരുകൊണ്ട്? 70. ഡയറക്റ്റ് എഴുതുകയാണ് 70. അപ്പൊ ഇതിനെന്ത് ചെയ്യുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 70. ഓക്കെ, 729നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ഞാൻ നോക്കിയാണ് 17 into 4 ചെയ്ത് നോക്കാം. 17 into 4 ചെയ്യുമ്പോൾ 4 into 7 28. റിമൈൻഡർ 2. 1 into 4 4 plus 2 എന്താണ്? 6. 68 അല്ലേ? വീണ്ടും അതിനോടൊപ്പം വീണ്ടും 7 വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 74 മുകളിൽ പോകും. അപ്പൊ നമ്മൾ അതെടുത്തില്ല, നമ്മൾ ഏതെടുക്കുള്ളൂ? 4 എടുക്കുള്ളൂ. 4 into 7 ആൻസർ എന്താണ്? 68 ആണ്. 68. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 6 ആണ് അല്ലേ? റിമൈൻഡർ 6 ആണ്. 68, 74, 6 ആണ് അല്ലേ? റിമൈൻഡർ 6 ആണ്. നെക്സ്റ്റ് നമ്മൾ 2 താഴേക്ക് ഇറക്കും. നമുക്കിവിടെ അറിയാം 4 into 7 68 ആണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് എന്താണ്? 17 into 3 മതിയാവും. 17 into 3. 3 into 7 21. 2 1 2 3 3 3 plus 2 3 5 അല്ലേ? 51. അപ്പൊ നമ്മൾ അടുത്ത ഏത് എടുക്കുള്ളൂ? 3 എടുക്കുള്ളൂ. 3 into 7 ആൻസർ എത്രയാണ്? 51. റിമൈൻഡർ എത്രയാണ്? 11. റിമൈൻഡർ എത്രയാണ്? 11. നെക്സ്റ്റ് നമ്മൾ ആരെ കൂടെ താഴേക്ക് ഇറക്കും? 9നെ കൂടെ താഴേക്ക് അല്ലേ? 190 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്കൊരു 17 ഒരു 7 കൊണ്ട് ഡിവൈഡ്, ലാസ്റ്റ് 9 അല്ലേ? അപ്പൊ നമുക്ക് 17 ഒരു 9 ഒരു 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 into 7 എത്രയാണ്? 49. റിമൈൻഡർ 4. 1 into 7 7 plus 4 എത്രയാണ്? 11 അല്ലേ? കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 7 into 7 ആൻസർ എന്താണ്? 190. റിമൈൻഡർ എത്രയാണ്? 0. സോ നമുക്കിവിടെ ഡയറക്റ്റ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നുണ്ട്? 437. ഇനി 437 നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും എന്ന് നമുക്ക് നോക്കണം. ഇവിടെ ഞാൻ പറഞ്ഞ പോലെയാണ് നമ്മുടെ സാധാരണഗതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 13 വരെയൊക്കെയാണ്, അല്ലെങ്കിൽ 13 വരെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. അതിന് മുകളിൽ എന്ത് വരാം? നമ്പേഴ്സ് വരാം. അപ്പോഴത് ചില കണ്ടീഷൻസിൽ ഈ ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇച്ചിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് അത് പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് എന്താണ് 437നെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 19 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആരെയാണ്? 19 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് 437നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 19 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, നമുക്ക് അറിയില്ല, നമുക്ക് 19ന്റെ ടേബിൾ ഒന്നും അറിയില്ല ഏത് നമ്മൾ ചെയ്യണമെന്ന്. പക്ഷെ ഈ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 17, 19 ഇത്തരത്തിലുള്ള പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സാധാരണഗതിയിൽ എക്സാമിനൊന്നും വരാൻ സാധ്യതയില്ല. 437 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അതില്ലേ? 2 into 19. 2 into 19 എത്രയാണ്? 38 ആണ്. 38. 2 into 19 എന്ന് പറഞ്ഞാൽ 38. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 5 ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ 7നെ കൂടെ താഴേക്ക് ഇറക്കും. 57 നോക്കാം. നമുക്ക് 19 into 3 നോക്കാം അല്ലെ? 19 into 3. 9 into 3 എത്രയാണ്? 27. റിമൈൻഡർ 2. 1 into 3 plus 2 5. 57 കിട്ടി. നമുക്ക് എന്താണ്? 3 അല്ലെ? 3 into 19 എത്രയാണ്? 57. നമുക്ക് എത്രയുടെ ആൻസർ?
23 അല്ലേ? 437നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 23. നമുക്കറിയാം 23 എന്ത് നമ്പറാണ്? 23 ഒരു പ്രൈം നമ്പറാണ് അല്ലെ? നമുക്ക് വേറെ ഒരു നമ്പർ കൊണ്ട് 23 എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. 23 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബാക്കി നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? സോ റിമൈൻഡർ അല്ല, 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1 കിട്ടും. സോ 7429ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 into 19 into 23 ആണ് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇത് അല്പം ടഫായിട്ട് തോന്നിയാലും കുഴപ്പമില്ല. ബാക്കിയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് കഴിയുകയാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് രണ്ട് നമ്പറാണ്, രണ്ട് റിയൽ നമ്പേഴ്സ് ആണ് എ ആൻഡ് ബി. എയും ബി എന്താണ്? രണ്ട് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ടു പോസിറ്റീവ് നമ്പേഴ്സ് ആർ എ ആൻഡ് ബി. നമുക്ക് ഇതിന്റെ എൽസിഎമ്മും അറിയാം, HCFും അറിയാം. ഓക്കെ, എയും ബി എന്താണ്? രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. സോ അതിന്റെ എന്ത് നമുക്കറിയാം? അതിന്റെ HCFും LCMും HCFും നമുക്കറിയാം. ഓക്കെ, LCM ഓഫ് എ ബി നമുക്കറിയാം, HCF ഓഫ് എ ബി നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും നമുക്ക് അറിയാം. അങ്ങനെ അറിയാമെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ രണ്ട് നമ്പറിന്റെ LCMും അറിയാം, HCFും അറിയാം. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണ്. എന്താണ് ഒന്നുകൂടെ പറയട്ടെ? രണ്ട് നമ്പറാണ് എയും ബിയും. അതില് എന്താണ്? രണ്ട് നമ്പറുകളുടെ LCM നമുക്കറിയാം, അതുപോലെ HCFും അറിയാം. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഒരു റിലേഷൻ എന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, നോക്കി, LCM ഓഫ് എ ബി ഇൻറ്റു HCF ഓഫ് എ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്തിന് ഇക്വലന്റ് ആണ്? ആ രണ്ട് നമ്പറിന്റെ കൂടെ പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണ്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്.